+1 ഹിസ്റ്ററി അതൊക്കെ ആർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. എല്ലാവർക്കും A+ വാങ്ങാൻ പറ്റുന്നൊരു വിഷയമാണ് ഹിസ്റ്ററി. ഈ സമയം മുതൽ നിങ്ങൾ നോക്കിയാൽ ഉറപ്പാണ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നോക്കല്ലേ. എഴുത്തും നഗരജീവിതവും എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മെസൊപ്പൊട്ടേമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഏതൊക്കെ നദികളാണ്? ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. ടൈഗ്രീസ് നദിയും യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള പ്രദേശത്തിനാണ് മെസൊപ്പൊട്ടേമിയ എന്ന പ്രദേശം അറിയപ്പെടുന്നത്. ഇപ്പോൾ മെസൊപ്പൊട്ടേമിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും ഇടയിലുള്ള പ്രദേശമാണ് മെസൊപ്പൊട്ടേമിയ. മെസൊപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷ ഏതാണ്? ദ ഫസ്റ്റ് നോൺ ലാംഗ്വേജ് ഓഫ് മെസൊപ്പൊട്ടേമിയ സുമേറിയൻ ഭാഷയാണ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ, സുമേറിയൻ ഭാഷ. രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഇവിടുത്തെ ആദ്യ ഭാഷ ഏതാണ്? സുമേറിയൻ ലാംഗ്വേജ് ആണ്. ദ ഫസ്റ്റ് നോൺ ലാംഗ്വേജ് ഓഫ് മെസൊപ്പൊട്ടേമിയ സുമേറിയൻ. പിന്നെയോ, മെസൊപ്പൊട്ടേമിയ ഇന്ന് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? ഇറാഖാണ്. ഇറാഖിൻ്റെ ഭാഗമാണ് മെസൊപ്പൊട്ടേമിയ. ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗമാണ് മെസൊപ്പൊട്ടേമിയ. ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പുരാതന മെസൊപ്പൊട്ടേമിയയിലെ എഴുത്തുവിദ്യയുടെ വികാസം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കൂ. 8 മാർക്കിലെ ചോദ്യമാണ്. അപ്പോൾ മെസൊപ്പൊട്ടേമിയയിലെ എഴുത്തുവിദ്യയുടെ വികാസം എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ പേപ്പർ തയ്യാറാക്കുക. ഇതിൽ എഴുതേണ്ട കാര്യങ്ങൾ: എഴുത്തുവിദ്യയുടെ വികാസം, എഴുത്ത് രീതി, സാക്ഷരത, എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ. അതേപോലെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ ഈ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് 2020 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് യൂണിഫോം എഴുത്തുവിദ്യ എന്നാൽ എന്താണ്. പിന്നെ 4 മാർക്കിന് 2017 ചോദിച്ചിട്ടുണ്ട് മെസൊപ്പൊട്ടേമിയയിലെ എഴുത്ത് രീതിയെക്കുറിച്ചൊരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് മെസൊപ്പൊട്ടേമിയയിലെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ വിവരിക്കുക. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഇതിൽ വന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. ഓക്കെ, ഇതൊക്കെ എന്താ ചെയ്യുക? പഠിച്ചു വെക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മെസൊപ്പൊട്ടേമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ക്യൂണിഫോം ലിപിയാണ് അവരുടെ ലിപി. മെസൊപ്പൊട്ടേമിയക്കാരുടെ ലിപി ഏതാണ്? ക്യൂണിഫോം ആണ്. മെസൊപ്പൊട്ടേമിയൻ സ്ക്രിപ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ക്യൂണിഫോം ആണ്. അതേപോലെ ഈ ക്യൂണിഫോം എന്ന പദത്തിന് അർത്ഥം എന്താണ്? ക്യൂണിഫോം മീൻസ് വെജ് ഷേപ്പഡ് ആണ്, ആപ്പിൻ്റെ ആകൃതിയാണ്. ക്യൂണിഫോം എന്ന വാക്കിനർത്ഥം ആപ്പിൻ്റെ ആകൃതി എന്നാണ്. അടുത്ത ചോദ്യം, ഉറുക്ക് വാസ് നോൺ ആസ് ദ സിറ്റി. നഗരം അല്ലെങ്കിൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് ഉറൂക്ക് നഗരം. ഉറുക്ക് അല്ലെങ്കിൽ ഉറൂക്ക് എന്ന നഗരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നഗരം അല്ലെങ്കിൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് ഉറൂക്ക്. ക്ലിയർ അല്ലേ? ഇനി ഉർ നഗരത്തിലെ ദേവനാണ് ചന്ദ്രദേവൻ. മൂൺ ഗോഡ് ആണ്. ദ ഗോഡ് ഓഫ് ഉർ, മൂൺ ഗോഡ് അല്ലെങ്കിൽ ചന്ദ്രദേവനാണ് ഉർ നഗരത്തിലെ ദേവൻ. ഒരിക്കൽ കൂടി പറയാം. മെസൊപ്പൊട്ടേമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ്? ക്യൂണിഫോം. ക്യൂണിഫോം മീൻസ് വെജ് ഷേപ്പഡ് അല്ലെങ്കിൽ ആപ്പിൻ്റെ ആകൃതി. നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം ഉറൂക്ക് എന്ന നഗരമാണ്. ഉർ നഗരത്തിൻ്റെ ദേവൻ ചന്ദ്രദേവൻ. ഓക്കെ, ക്ലിയർ അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദേവത ഇനന്ന. ലവ് ആൻഡ് വാർ, സ്നേഹം, യുദ്ധം എന്നിവയുടെ ദേവതയാണ് ഇനന്ന. പഠിച്ചില്ലേ? യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദേവത ആരാ? ഇനന്ന. അടുത്ത ചോദ്യം, മെസൊപ്പൊട്ടേമിയയിലെ രാജകീയ തലസ്ഥാനം ഏതാണ്? ദ റോയൽ ക്യാപിറ്റൽ ഓഫ് മെസൊപ്പൊട്ടേമിയ മാരി എന്നാണ്. മാരി.
ഇവിടുത്തെ രാജകീയ തലസ്ഥാനം ഏതാണ്? മാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോയൽ ക്യാപിറ്റൽ ഓഫ് മെസൊപ്പൊട്ടേമിയ മാരി. അതേപോലെ മാരിയിലെ ഭരണാധികാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അമോറൈറ്റുകളാണ്. മാരിയിലെ ഭരണാധികാരികൾ ആരാ? അമോറൈറ്റുകളാണ്. ദ കിങ് ഓഫ് മാരി, അമോറൈറ്റ്സ്. ക്ലിയർ അല്ലേ? മാരിയിലെ ഭരണാധികാരികൾ അമോറൈറ്റ്സ്. പുൽമേടിൻ്റെ ദേവൻ അല്ലെങ്കിൽ ഗോഡ് ഓഫ് സ്റ്റെപ്പ് ആരാ? ദാഗനാണ്. ഗോഡ് ഓഫ് ദ സ്റ്റെപ്പ് ദാഗൻ അല്ലെങ്കിൽ ഡാഗൻ എന്നറിയപ്പെടുന്ന ദേവനാണ് പുൽമേടിൻ്റെ ദേവൻ. പിന്നെയോ ഗിൽഗമേഷ് ഭരിച്ച നഗരം, ഉറൂഖ് നഗരം ഭരിച്ച വ്യക്തിയാണ് ഗിൽഗമേഷ്. എന്താ പേര്? ഗിൽഗമേഷ്. ഗിൽഗമേഷ് ഈസ് ദ റൂളർ ഓഫ് ഉറൂഖ്. ഉറൂഖ് നഗരം ഭരിച്ചിരുന്ന വ്യക്തിയാണ് ഗിൽഗമേഷ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത പാർട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചു. അതിലുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞു, 5 മാർക്കിൻ്റെ ചോദ്യം പറഞ്ഞു, 3 മാർക്കിൻ്റെ ചോദ്യം പറഞ്ഞു. ഓക്കെ, താങ്ക് യു.